ഹലോ ഗൈസ്, നമ്മളിന്ന് മാങ്ങ പറിക്കാൻ പോവാണ്. അവിടെ നില്ല്. ഹലോ കുട്ടീസ്, മാങ്ങ പറിക്കാൻ പോണ പോക്കാണത് ഈ കാണുന്നത്. തറവാട്ടിലാണേ. ഞങ്ങൾക്ക് ഇവിടെ മാവൊന്നുമില്ല കേട്ടോ. തറവാട്ടിൽ മാവുണ്ട്. അപ്പോൾ കണ്ണപ്പന ആദ്യം പോണേ, പുറകെ ഞങ്ങളുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ പോയേക്കാന്ന് ഓർത്ത്. പപ്പയും അമ്മും ഞാനും ഒക്കെ കൂടിയാണ് പോണേ. അപ്പം ഞാൻ ആദ്യം ഡാൻസൊക്കെ കളിച്ച് പോവുക കേട്ടോ. അവന് മാങ്ങ പറിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നേരമായി പറഞ്ഞു തുടങ്ങിയിട്ട് എന്നാൽ പോയേക്കാന്ന് ഓർത്ത്. ഈ പോണ വഴിയില്ല കേട്ടോ, ഞങ്ങൾ സ്കൂളിലേക്ക് പോണ വഴി. ഇതിലൊരു ഷോർട്ട് കട്ടാണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ വേഗം അപ്പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ അവൻ ഡാൻസ് കളിച്ച് പോവുക. അപ്പോൾ സാഞ്ചേട്ടന് നിൽക്കുക കേട്ടോ. കുറച്ച് നേരം നിന്ന് പിന്നെ പോവും. അങ്ങനെ ഇച്ചിരി അങ്ങ് നടന്നാൽ മതി. തറവാട് ഞങ്ങളുടെ വീട് കഴിഞ്ഞ് കുറച്ചങ്ങ് അകത്തോട്ട് പോയിട്ടാണ് തറവാട്. ഈ പോണ വഴി ഏറ്റവും അവസാനം നിൽക്കുന്നത് ഞങ്ങളുടെ തറവാടിലാണ്. താഴെയായിട്ടാണ് വീട്. അപ്പോൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നല്ല രസം കാണാനായിട്ട്. പഴയ വീടായതുകൊണ്ട് ഓടിട്ട വീടാണേ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് എവിടെ നോക്കിയാലും ഈ പൂവാണ്, കടലാസ് പൂവ് നിറച്ചുകൊണ്ട് കേട്ടോ. നല്ല രസം കാണാനുണ്ട്. അതൊരു എന്തോ ചെറിയ മരത്തിലാണ് കയറി നിൽക്കണേ. പക്ഷെ നല്ല ഭംഗിയിൽ നിറച്ചുണ്ടായി നിൽക്കണ്ടേ. എന്ത് രസമെന്നറിയുക കാണാനായിട്ട്. ഞങ്ങളൊക്കെ അതിന് കടലാസ് പൂവെന്നാട്ടോ പറയണത്. അതാണ് തറവാട്. താഴെയായിട്ടാണ് വീട് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങണം. സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലണത് ഞങ്ങളുടെ തറവാട്ടിയുടെ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ചേച്ചിയുടെ വീടാണ്. അപ്പോൾ താഴെ റബ്ബറും തോട്ടം. ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ട് താഴെ റബ്ബറും തോട്ടം കേട്ടോ. അതിൻ്റെ അപ്പുറം പാടം. നല്ല രസമാണ് കാണാനായിട്ട്. അവിടെ ഇരുന്ന ചൂടെടുക്കത്തേ ഇല്ല. നല്ല കാറ്റായിക്കോളും എപ്പോഴും. ഫ്രണ്ടിലൊരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായി, വലിയ ഊഞ്ഞാൽ. അതിൽ ഫുൾ ടൈം ആട്ടം വന്നു. ഇപ്പോൾ ആ ഊഞ്ഞാലൊക്കെ പോയി, അഴിച്ചു കളഞ്ഞ്. ഞങ്ങൾ മാറിയപ്പോൾ ഊഞ്ഞാലൊക്കെ അഴിച്ചു കളഞ്ഞ്. ഇവിടെയാണ് മാവ് നിൽക്കണേ. ഇതിൽ നിന്ന് മാങ്ങ പറിക്കാനായിട്ടാണ് ഓടിക്കാതെ ചമ്മൂസും കണ്ണപ്പനും കൂടി വന്നേക്കണേ. മാവ് പൂത്തിട്ടുള്ളു, ഉണ്ടായി തുടങ്ങിയിട്ടുള്ള. അതിന് മാത്രം മാങ്ങയൊന്നും ഇല്ല. അപ്പോൾ ഉള്ളതിൽ നിന്ന് ഒരു മാങ്ങ പറിച്ചിട്ട് അമ്മൂന് ഉപ്പും മുളകും കൂടി കഴിക്കാനായിട്ടാണ്. അപ്പോൾ അതേ തോട്ടിയൊക്കെ അവിടെ തന്നെ കിടക്കണുണ്ട്. അപ്പോൾ തോട്ടി എടുക്കുവാണ്. അമ്മു അതിനെ പറിച്ചോളാന്ന് പറഞ്ഞ്. അമ്മ പോയി ഇടയ്ക്ക് പറിക്കാറുണ്ട് കേട്ടോ. ഒരെണ്ണം രണ്ടെണ്ണം ഉള്ളെങ്കിലും അമ്മു അതിൽ നിന്ന് പറിച്ചെടുക്കും. അപ്പോൾ അമ്മു പറിക്കുവാണേ. അപ്പോൾ അമ്മു നോക്കിയിട്ട് പയ്യെ നോക്കി പറിക്കാൻ നോക്കും. അപ്പോൾ മാങ്ങയിൽ കൊളത്താൻ പറ്റണില്ല, പക്ഷെ കൊളത്തിട്ടോ. എന്നിട്ട് അമ്മു പറിച്ച് പച്ചമാങ്ങ പറിച്ചിട്ട് ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ മാങ്ങ ഇട്ടിട്ട് റീലെടുക്കും കേട്ടോ. മാങ്ങ വീണത് പണ്ട് വീണ്, പക്ഷേ റീലെടുക്കാൻ വേണ്ടിയിട്ട് മാങ്ങ താഴത്ത് വീഴണത് ഒന്നും കൂടി ഇട്ടേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഇട്ടിട്ടാണ് അത് ശരിയായത്. അപ്പോൾ റീലിടാൻ വേണ്ടിയിട്ട് ആ റീൽ ഞാൻ ഇട്ടിട്ടുണ്ടായി. പിന്നെ അമ്മൂസ മാങ്ങ എടുത്തിട്ട് പോയിട്ടോ. പിന്നെ പൈപ്പിൽ കൊണ്ട് കഴുകി അതൊക്കെ ഉരച്ച് ചൊനയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഉപ്പും മുളകും തേക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നല്ലോണം കഴുകുക കേട്ടോ. 2-3 പ്രാവശ്യം താഴത്ത് ഇട്ടിട്ട് എടുത്തതുകൊണ്ട് അതിൽ നല്ലോണം മണ്ണൊക്കെ പറ്റിയേ. അപ്പോൾ അരകല്ലിയിലിട്ട് ഉരച്ച് കളയും.